വയനാട് മേപ്പാടി എരുമക്കൊല്ലിയിൽ അറുമുഖനെ കൊന്ന സ്ഥലത്ത് വീണ്ടും കാട്ടാന ഇറങ്ങിയെന്ന വാർത്ത. പൂളക്കുന്ന് ഉന്നതിയിലെ സുജിത്ത് ആനയ്ക്ക് മുന്നിൽ രക്ഷപ്പെട്ട തലനാരിഴയ്ക്കായിരുന്നു. ആന ജനവാസ മേഖലയോട് ചേർന്ന് നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് വിവരം ലഭിച്ചു. വനപാലകർ കാട്ടാനയെ തുരത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സുർജിത്ത് അയ്യപ്പത്തെ ടെലിഫോണിൽ. സുർജിത്ത്, കൂടുതൽ വിശദാംശങ്ങൾ. അതേ സ്ഥലത്താണോ ആന ഇപ്പോഴും ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നത്? ഈ പൂളക്കുന്നിന് താഴെയാണ് ഈ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത്. അതായത് കർപ്പൂരക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അതായത് ഈ തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ മേഖലയാണ്. അതിന് താഴെയാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. ഒരാളെ പോലും അങ്ങോട്ടേക്ക് അടുപ്പിക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല. കാരണം അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നാട്ടുകാരെ പോലും പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രദേശം എന്ന് പറയുന്നത് തേയിലക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ്. ഒരു ഭാഗം വനമാണ്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം വളരെ സങ്കീർണമായ ഒരു അവസ്ഥ കൂടി, രാത്രിയിൽ വെളിച്ചമില്ലാത്ത ഒരു സ്ഥിതി ഉൾപ്പെടെയുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ RRT സംഘം 2 വാഹനങ്ങളിലായി എത്തി അവർ ഈ ആനയെ കാട്ടിലേക്ക് തുരത്തുക എന്നുള്ള തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. ഇതൊരു മോഴയാനയാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പ്രാദേശികമായി നമുക്ക് ലഭ്യമാകുന്നത്. ഈ സുജിത്ത് എന്ന് പറയുന്ന കർപ്പൂരക്കാട് സ്വദേശി ചിക്കു എന്നാണ് സുജിത്തിന്റെ പേര്. ഈ സുജിത്തുമായി നമ്മൾ സംസാരിച്ചു. സുജിത്ത് ഏതാണ്ട് 50 മീറ്റർ അകലെ ഈ ആനയെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് അല്പം അകലെ നിന്നുകൊണ്ട് ഈ ആനയെ കണ്ടു എന്നുള്ളതാണ് സുജിത്ത് വ്യക്തമാക്കിയ കാര്യം. എന്തായാലും ആനയെ അവിടെ നിന്നും തുരത്താനുള്ള നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നത്. ഒരുപക്ഷെ ഈ രാത്രിയിൽ അതിസങ്കീർണമാണ് ഈ ദൗത്യം. പക്ഷേ നാളെ കുങ്കിയാനകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ആനയെ തുരത്തുക എന്നുള്ള തരത്തിലുള്ള നടപടിയിലേക്കാണ് വനംവകുപ്പ് കടക്കുക. അതിനുവേണ്ടി വിക്രം എന്ന് പറയുന്ന ആനയെയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആനയെയും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ എത്തിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വത്തിലാണ് ദൗത്യം നാളെ ആരംഭിക്കുക. SKN.